ഹലോ എവരിവൺ. ഇന്ന് നമ്മളൊരു കേസ് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. കംപ്ലീറ്റ്ലി SQL യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. IPLന്റെ ഡാറ്റ സെറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒറിജിനൽ ഡാറ്റ സെറ്റ് തന്നെയാണ് IPLന്റെ. നമുക്ക് കാഗിൾ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് അതിന്റെ ഡാറ്റ സെറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ രണ്ട് ഡാറ്റ സെറ്റാണ് യൂസ് ചെയ്യുന്നത്, ഡെലിവറീസ് അതുപോലെ തന്നെ മാച്ചസ് എന്ന രണ്ട് ഡാറ്റ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം മാച്ചസ് എന്ന ഡാറ്റ സെറ്റ് നമുക്ക് നോക്കാം. ID എന്നൊരു കോളം കാണും. മാച്ച് ID ആണ് സൂചിപ്പിക്കുന്നത്. ഓരോ മാച്ചിനെയും ഓരോ ID ആയിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സീസൺ, IPL സീസൺ, ഇതിൽ 2017 അതുപോലെ തന്നെ 2008 2009 3 സീസണിലെ ഡാറ്റാസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സിറ്റി, ഏത് സിറ്റിയിൽ വെച്ചാണ് കളി നടക്കുന്നത് അതാണ് സിറ്റി. അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടീം, സെക്കൻഡ് ടീം, പിന്നെ ടോസ് വിന്നർ, ടോസ് ഡിസിഷൻ എന്തായിരുന്നു അതെല്ലാം ഉണ്ട്. റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ DL അപ്ലൈഡ്, അതായത് നമ്മൾ റെയിനൊക്കെ വരുമ്പോൾ നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ, അതാണ് ഇവിടെ. അതുപോലെ തന്നെ വിന്നർ, വിൻ ബൈ റൺസ്, വിൻ ബൈ വിക്കറ്റ്സ്, അതായത് ടീം ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് വിൻ ചെയ്തതുണ്ടെങ്കിൽ അതിൽ വിൻ ബൈ റൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചേസ് ചെയ്ത് വിജയിച്ചതാണെങ്കിൽ വിൻ ബൈ വിക്കറ്റ്സ് ആയിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച്, വെന്യൂ, ഏത് സ്റ്റേഡിയം ആണ്, അതുപോലെ തന്നെ അമ്പയർ 1, അമ്പയർ 2, അമ്പയർ 3. ഇതാണ് മാച്ചസ് എന്ന ഡാറ്റ സെറ്റിലുള്ള റെക്കോർഡ്സ്. രണ്ടാമത്തെ ഡാറ്റ സെറ്റാണ് ഡെലിവറീസ്. അതിൽ മാച്ച് ID എന്ന കോളം. ഈ ഡാറ്റ സെറ്റിൽ തൗസൻഡ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. 29,000 റെക്കോർഡ്സ് ഉണ്ട്, റോസ് ഉണ്ട് ഡാറ്റ സെറ്റിൽ. ഓക്കെ, ഇതിൽ മാച്ച് ID രണ്ട് ഡാറ്റ സെറ്റിലും സെയിം ആയിട്ടുള്ള കോമൺ കോളമാണ് മാച്ച് ID. ഫോറിൻ കെ ആയി വർക്ക് ചെയ്യുന്ന കോളമായിരിക്കും. ഓക്കെ, ഓരോ മാച്ചിനെ ആയിരിക്കും മാച്ച് ID. അതുപോലെ തന്നെ ഓരോ ഇന്നിങ്സിലെ ഡാറ്റാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റിംഗ് ടീം, ഓരോ ഇന്നിങ്സിലും ഏത് ടീമാണ് ബാറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ബൗളിംഗ് ടീം, അതുപോലെ തന്നെ എത്ര ഓവർ ഉണ്ടായിരുന്നു, എത്ര ബോൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓവറിൽ 7 ബോൾ, അതായത് വൈഡ് എല്ലാം കൂട്ടിയ ഇതാണ് ബോൾ ഒരു ഓവറിൽ. അതുപോലെ തന്നെ ബാറ്റ്സ്മാൻ, നോൺ സ്ട്രൈക്കർ, ബൗളർ, സൂപ്പർ ഓവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈഡ് റൺസ്, ബൈ റൺസ്, ലെഗ് ബൈ റൺസ്, നോ ബോൾ റൺസ്, പെനാൽറ്റി റൺസ്, ബാറ്റ്സ്മാൻ റൺ. ബാറ്റ്സ്മാൻ റൺ പറയുമ്പോൾ സ്കോർ ചെയ്ത റൺ, അടിച്ചുകൊണ്ട് സ്കോർ ചെയ്ത റണ്ണാണ് ബാറ്റ്സ്മാൻ റൺ. എക്സ്ട്രാ റൺ, വൈഡ്, നോ ബോളൊക്കെ എല്ലാം കൂടിയും പ്ലസ് ചെയ്താണ് എക്സ്ട്രാ റൺ. ടോട്ടൽ റൺ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വൈഡിൽ 4 അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ റൺ 5 ആയിരിക്കും. അതുപോലെ തന്നെ പ്ലെയർ ഡിസ്മിസ്ഡ്, ഡിസ്മിസൽ, ഫീൽഡർ, ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ ഡാറ്റ സെറ്റിലുള്ളത്, ഡെലിവറീസ്. ഇപ്പോൾ ഈ രണ്ട് ഡാറ്റ സെറ്റിനെയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. What are the top 5 players with the most pair of the match awards? Top 5 പ്ലേയേഴ്സിനെയാണ് വേണ്ടത്. പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ്സ് കിട്ടിയ ഏറ്റവും കൂടുതൽ. ഓക്കെ, ആദ്യം നമ്മുടെ ഡാറ്റ ബേസ് യൂസ് IPL എന്ന ഡാറ്റ ബേസ് ആണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് പ്ലെയർ ഓഫ് ദ മാച്ച്. പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന കോളം ആദ്യം സെലക്ട് ചെയ്യണം. സോറി, പ്ലെയർ ഓഫ് മാച്ച് ആണ്. പ്ലെയർ ഓഫ് മാച്ച്. ഓക്കെ, ഇനി അതിന്റെ കൗണ്ട് ഓൾ കൊടുക്കണം. ഈ ടേബിളിലെ മൊത്തം കൗണ്ട് കിട്ടണം. ഓൾ ഫ്രം നമ്മുടെ ടേബിൾ നെയിം മാച്ചസ്, ഗ്രൂപ്പ് ബൈ പ്ലെയർ ഓഫ് മാച്ച്. അതേപോലെ തന്നെ പ്ലെയർ ഓഫ് മാച്ച് നമുക്ക് അതിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, കൂടുതൽ തവണ മാൻ ഓഫ് ദ മാച്ച് ആയത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഗ്രൂപ്പ് ബൈ അപ്ലൈ ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ഓർഡർ ബൈ അപ്ലൈ ചെയ്യുകയാണ്. ഡിസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ, ഇനി അവസാനം ലിമിറ്റ്. നമുക്ക് ടോപ്പ് 5 പ്ലേയേഴ്സിനെ വേണ്ടപ്പോൾ ലിമിറ്റ് 5 കൊടുത്ത് സെമിക്കോളം. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് കൗണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ മെനി മാച്ചസ് വെർ വോൺ ബൈ ഈച്ച് ടീം ഇൻ ഈച്ച് സീസൺ? ഓരോ സീസണിലും എത്ര മാച്ച് വിജയിച്ചു എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം സെലക്ട് സീസൺ, വിന്നർ ആസ് ടീം എന്ന് നോക്കാം. ഓക്കെ, ഫ്രം നമ്മുടെ set name matches and group by season, winner. Okay, semicolon. Execute. അപ്പോൾ ഓരോ സീസണിലും ഓരോ ടീമും എത്ര മാച്ച് വോൺ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് അതിൻ്റെ ആൻസർ. 17 സീസണിൽ ഹൈദരാബാദ് 8 കളി ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുനെ 10, കൊൽക്കത്ത 9, പഞ്ചാബ് 7, ബാംഗ്ലൂർ 3, മുംബൈ 12. അതുപോലെ തന്നെ 8 സീസണിൽ അതുപോലെ 9 സീസൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് വിന്നറിനെ അതുപോലെ തന്നെ സീസണിനെയും ഗ്രൂപ്പ് ബൈ ചെയ്യുകയാണ് ചെയ്തത്. കൗണ്ട് എടുത്തു, എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ബാറ്റ്സ്മാൻ ഹാസ് ദി ഹൈയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, മിനിമം 200 റൺസ് സ്കോർഡ്? ഓക്കെ, അപ്പോൾ സെലക്ട് ബാറ്റ്സ്മാൻ. സ്ട്രൈക്ക് റേറ്റ് കാണേണ്ടതുണ്ട്. സം okay, as strike rate from നമ്മുടെ ഡാറ്റ സെറ്റ് ഡെലിവറീസ് ഗ്രൂപ്പ് ബൈ ചെയ്യണം. ഗ്രൂപ്പ് ബൈ ബാറ്റ്സ്മാൻ ഹാവിങ്, നമ്മൾ ഗ്രൂപ്പ് ബൈ വരുമ്പോൾ ഹാവിങ് ആണ് യൂസ് ചെയ്യാറ്. സം ബാറ്റ്സ്മാൻ runs greater than or equal to 200. Okay, next order by strike rate. ഓക്കെ, ലിമിറ്റ് ഏറ്റവും അവസാനമാണ് കൊടുക്കാറ്. ലിമിറ്റ് 1 വേണ്ടത്, അപ്പോൾ ലിമിറ്റ് 1. ഓക്കെ,
Virendran Sehwag, 175. Okay, next question. What is the average percentage of boundaries 4 and 6 combined hit by each batsman? Select batsman. AVG average കാണുന്നതിനുള്ളതാണ് AVG. ഇവിടെ കേസ് അപ്ലൈ ചെയ്യുകയാണ്. കേസ് ഓക്കെ അപ്പോൾ അവറേജ് ബൗണ്ടറീസ് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. How many times did each team win the toss in each season? So first select season, comma, toss, tossings. Okay, from data set matches, just group by season and toss winner. Okay, execute. അപ്പോൾ ഓരോ സീസണിലെയും ഓരോ ടീമും എത്ര തവണ ടോസിൽ വിൻ ചെയ്തു എന്ന് നമുക്ക് കിട്ടി. മുംബൈ ഇന്ത്യൻസ് ആണ് 17 ഏറ്റവും കൂടുതൽ തവണ ടോസ് വിജയിച്ചത് 11. 8 രാജസ്ഥാൻ റോയൽസ് 11. 9 3 കൊൽക്കത്ത. Okay, next question. How many matches did each player win the player of the match award? എത്ര മാച്ചിൽ ഓരോ പ്ലെയറും പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട്
Player of the match. Player of match. Comma count. As total wins. From നമ്മുടെ data set matches where player of match is not null. null ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബൈ പ്ലെയർ ഓഫ് മാച്ച്. ഓക്കെ, ഇനി ഓർഡർ ബൈ ടോട്ടൽ വിൻസ്. ഡിസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ, പ്ലെയർ ഓഫ് ദ മാച്ച് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് പത്താൻ മാർഷമാണ്, പിന്നെ വാട്സൺ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയൊരു കേസ് സ്റ്റഡിയാണ് ഇവിടെ നടത്തിയത്. IPL 2 ഡാറ്റ സെറ്റ് വെച്ചിട്ട് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു കേസ് സ്റ്റഡി ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.